ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഹരിനാമകീർത്തനം, പ്രഭാതഭേരി, നിർമാല്യ ദർശനം, അഖണ്ഡനാമ ജപയജ്ഞം, നവകം, കളഭാഭിഷേകം, ഉപദേവതാ കലശം, ശ്രീഭൂതബലി, സേവ, ചമയവിളക്ക്, നിറമാലയും വിളക്കും, ദീപാരാധന, തുടർന്ന് ഗാനമേള, കളമെഴുത്തും പാട്ടും, ശ്രീഭൂതബലി എന്നിവ നടന്നു. അശ്വതി ഉത്സവ ദിവസം രാവിലെ ഹരിനാമകീർത്തനം, പ്രഭാതഭേരി, നിർമാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഭാഗവത പാരായണം, നവകം, കളഭാഭിഷേകം, സോപാന സംഗീതം, ഓട്ടൻതുള്ളൽ എന്നിവയ്ക്ക് ശേഷം 4 മണി മുതൽ പ്രസിദ്ധമായ വരവും കൂട്ടം കൊട്ടും പകൽ കാഴ്ചകളും നടക്കും. ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തിൽ പങ്കെടുക്കാൻ അതിഥി ദേവിമാരായി ചൂരക്കാട് ഭഗവതി, അറക്കൽ ഭഗവതി എന്നിവരെത്തും. ഇവരെ ഭഗവതി എതിരേൽപ്പ് ആൽത്തറയിൽ നിന്നും സ്വീകരിച്ച് ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും. തുടർന്ന് ദേവീ സംഗമവും കൂട്ടം കൊട്ടും നടക്കും. പുതുപ്പള്ളി തെക്ക്, പുതുപ്പള്ളി വടക്ക്, ഗോവിന്ദമുട്ടം, പ്രയാർ വടക്ക്, കൊച്ചുമുറി വടക്ക്, കൊച്ചുമുറി തെക്ക് എന്നീ കരകളിൽ നിന്നും പകൽ കാഴ്ചകൾ എത്തിച്ചേരും. ഇതോടൊപ്പം സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിക്കുന്ന പകൽ കാഴ്ചകളും കരപ്രാധാന്യമനുസരിച്ച് ദേവീസന്നിധിയിലെത്തും. കരക്കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന പകൽ കാഴ്ചകൾ ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തായി തെക്ക് നിന്നും വടക്കോട്ട് കരപ്രാതിനിധ്യം അനുസരിച്ചും പടിഞ്ഞാറോട്ട് ദർശനമായി വെക്കും. സംഘടനകളും വ്യക്തികളും നേർച്ചയായി ദേവിക്ക് സമർപ്പിക്കുന്ന പകൽ കാഴ്ചകൾ ക്ഷേത്രകുളത്തിന് കിഴക്കു തെക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിക്കും. ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളത്തും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ശേഷം അകത്തെഴുന്നള്ളത്തും നടക്കും. തുടർന്ന് നിറമാലയും വിളക്കും, ദീപാരാധന, തായമ്പക, കളമെഴുത്തും പാട്ടും, കമ്പം, വലിയ കാണിക്ക, എതിരേൽപ്പ് എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ പുല്ലാംവഴി ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ഇടക്കാട് മഠം മുകുന്ദകുമാരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭരണസമിതി ഭാരവാഹികളായ എസ് ബിന്ദിഷ്, BS ജയകുമാർ, തെക്കൻശ്ശേരിൽ കെ ബാബു, N നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. നാളെയും ഇതുപോലെ തന്നെ രാവിലെ ഹരിനാമകീർത്തനവും അതിനുശേഷം ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ നവകം, കളഭാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും, സോപാന സംഗീതം, വൈകിട്ട് ഓട്ടംതുള്ളൽ, അതിനുശേഷം ചൂരക്കാട്ട് ഭഗവതി, അറക്കൽ ഭഗവതി എന്നിവരിവിടെ എത്തി നമ്മുടെ ഭഗവതിയുമായി ചേർന്നുള്ള കൂട്ടംകൊട്ട് എന്ന സവിശേഷമായ ഒരു കലാരൂപം, അതിനുശേഷം കരക്കാർ അണിയിച്ച് ഒരുക്കി കൊണ്ടുവരുന്ന പകൽ കാഴ്ചകൾ നടക്കും. 6 കരകളാണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിൻ്റെ എല്ലാ കരകളിൽ നിന്നും കോൽക്കുതിരകൾ ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ആ കരകളിലെ ക്ലബ്ബുകളും അതുപോലെ യുവജന സംഘടനകളും അണിയിച്ചൊരുക്കുന്ന ചെറിയ കോൽക്കുതിരകളും ഫ്ലോട്ടുകളും ഒക്കെ ഇവിടെ എത്തിച്ചേരും. ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ലാത്ത രീതിയിൽ ഈ വർഷത്തെ ആട്ടവിശേഷം ഭംഗിയായി നടക്കാൻ ദേവിയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളെല്ലാവരും വണങ്ങിക്കൊണ്ട് CDNet ന്യൂസ് കായംകുളം.